റോഡ് അപകടങ്ങൾ നമ്മൾ എന്തൊക്കെ മുൻകരുതലെടുത്താലും കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും രാത്രി സംഭവിക്കുന്ന റോഡ് അപകടങ്ങൾ പൊതുവെ നോക്കുമ്പോൾ പകലേക്കാളും ഏകദേശം 3 ഇരട്ടി റോഡ് അപകടങ്ങൾ രാത്രി സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ പൊതുവേ പറയുന്ന കാരണങ്ങൾ ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിക്കരുത്, വണ്ടി ഓടിക്കുമ്പോൾ സെൽഫോൺ ഉപയോഗിക്കരുത്, സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം, ഇതുപോലുള്ള പൊതുവേയുള്ള മുൻകരുതലുകൾ അത് തീർച്ചയായിട്ടും ആവശ്യം തന്നെ. അതിനുപരിയായിട്ട് ഉള്ള കാരണങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് വളരെ ഹൈ സ്പീഡിൽ വാഹനം പോകുമ്പോഴാണ്. ഏകദേശം 37% അപകടങ്ങളും ഹൈ സ്പീഡിൽ വാഹനങ്ങൾ പോകുമ്പോഴാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത പ്രധാന കാരണം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അതാണ് വളരെയേറെ ഫേറ്റലായിട്ടുള്ള ആക്സിഡൻറ്റിന് കാരണമായി മാറുന്നത്. പൊതുവേ നമ്മൾ പറയുമ്പോഴേ വണ്ടി ഓടിക്കുമ്പോൾ രാത്രിയായാലും പകലായാലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. കണ്ണിൻ്റെ കാഴ്ച, കേൾവി, അതുകൂടാതെ സാധാരണ നമ്മൾ പറയുന്ന പോലെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രമേഹ രോഗം, രക്തസമ്മർദ്ദം, ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്നവർ അല്ലെങ്കിൽ തന്നെ വണ്ടി ഓടിക്കേണ്ട സാഹചര്യം വരുന്നവർ എല്ലാവരും തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ഇതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കേൾവി, കാഴ്ച ഇതൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ പലപ്പോഴും കാഴ്ച കുറയാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വൈറ്റമിൻ്റെ കുറവുകൊണ്ടാകാം, പോഷകക്കുറവുകൊണ്ടും ആകാം, അല്ലെങ്കിൽ ജന്മനാലെ തന്നെയുള്ള നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇതുപോലുള്ള കാഴ്ച കുറയാൻ സാധ്യതയുള്ള രോഗങ്ങളുള്ളവരായിരിക്കാം. അപ്പോൾ ഇതുപോലുള്ളവരുണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്ന കാരണങ്ങൾ, പോഷകക്കുറവും വൈറ്റമിൻ കുറവും ഒക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ കാഴ്ചയുടെ പ്രശ്നം കൊണ്ട് തന്നെ വളരെയേറെ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സ്പീഡ് തീർച്ചയായിട്ടും കുറയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹൈ സ്പീഡിൽ പോകുമ്പോൾ, പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ പോകുമ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാം. നമ്മൾ പൊതുവേ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഒരാഴ്ചയിൽ ഏത് ദിവസമാണ് സംഭവിക്കുന്നത് നോക്കുകയാണെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ആക്സിഡൻറ്റ് കൂടുതൽ സംഭവിക്കുന്നത്. കാരണം ഞായറാഴ്ച അവധിയായി, ശനിയാഴ്ച രാത്രി എവിടെയെങ്കിലും സഞ്ചരിക്കുന്നുണ്ട്, ഞായറാഴ്ച എവിടെയെങ്കിലും പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും ഞായറാഴ്ച രാത്രി യാത്ര ചെയ്യുന്നു എന്നുള്ള കണക്കിൽ ഏറ്റവും കുറവ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് ചൊവ്വാഴ്ചകളിലാണ്. അത് ഓഫീസ് ദിവസമാണ്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ദിവസങ്ങളാണ്. അന്ന് യാത്ര മിക്കവാറും സ്കൂളുള്ള ദിവസമായിരിക്കും, അതുകൊണ്ട് യാത്ര കുറയുന്നു എന്നുള്ളതാണ്. ഏത് സമയത്താണ് കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്? ഏകദേശം 12 മണി കഴിഞ്ഞ് 6 മണിക്കിടയ്ക്കാണ് രാത്രി ആക്സിഡൻറ്റ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു 3 മണി, 4 മണി, 5 മണി ഈ സമയങ്ങളിൽ ഡ്രൈവർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത, നല്ല നിദ്ര വേണ്ട സമയമാണ് ഈ 3 തൊട്ട് 5 മണി വരെയൊക്കെ. ആ സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് അനുസരിച്ച് നമുക്ക് ഒഴിവാക്കാവുന്ന യാത്രകൾ കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ദിവസങ്ങളിലും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയങ്ങളിലും ഒഴിവാക്കുന്നത് നല്ലതാണ്. അത് മാത്രമല്ല, 12 മണി കഴിഞ്ഞാൽ പൊതുവേ പൊതുവാഹനങ്ങൾ, KSRTC ഇതുപോലുള്ള പൊതുവാഹനങ്ങൾ ഓടിക്കുന്നത് തന്നെ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നാൽ തന്നെ തെറ്റില്ല. കുറേയേറെ അപകടങ്ങളിലും നമുക്ക് അങ്ങനെ തന്നെ ഒഴിവാക്കാൻ സാധിച്ചു എന്ന് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഉറങ്ങിപ്പോകുന്നത്, എന്തുകൊണ്ടാണ്, അതിന് എന്ത് മുൻകരുതൽ എടുക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ അടുത്ത ഒരു ദിവസം യാത്ര ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും തലേ ദിവസം രാത്രി ആ ഡ്രൈവർ ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ്. 7 മുതൽ 8 മണിക്കൂർ തലേ ദിവസം രാത്രി ഉറങ്ങിയിരിക്കണം. എന്നാലേ അടുത്ത ദിവസം രാത്രി ഉണർന്ന് വണ്ടി ഓടിക്കാവുന്നതാണ്. അത് മാത്രമല്ല, വണ്ടി ഓടിക്കുന്നതിന് മുമ്പേ ഒരു 12 മണിക്ക് വണ്ടി ഓടിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ 10 മുതൽ 12 മണി വരെ ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് ഓടിക്കുകയാണെങ്കിൽ അപകട സാധ്യത കുറയുന്നു എന്നുള്ളതാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഉറക്കം വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ പലതുമുണ്ട്. അപ്പോൾ ഡ്രൈവർക്ക് തന്നെ മനസ്സിലാക്കേണ്ടി വരും, ഇന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ വണ്ടി നിർത്തുക, കുറച്ച്
റെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാവുന്നു. ഒന്നാമതായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ബോധം നഷ്ടപ്പെടുന്നു, മിനിറ്റുകൾക്ക് ബോധം നഷ്ടപ്പെടുന്നു. പെട്ടെന്ന് ഉണരുമ്പോൾ നമ്മൾ കാണുന്നു കുറേ യാത്ര ചെയ്ത് എവിടെ കൂടെ യാത്ര ചെയ്യുന്നുള്ള നമ്മൾ ഓർക്കുന്നില്ല. അപ്പോൾ കുറച്ച് മൈലുകൾ യാത്ര ചെയ്ത ഓർമ്മ തന്നെ ചിലപ്പോൾ കാണാൻ സാധ്യത കുറവായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ ശ്രദ്ധ കുറച്ച് സമയത്തേക്ക് ഇല്ലാതാകുന്നു. അതും ഈ ഉറക്കത്തിൻ്റെ ചെറിയ ലക്ഷണം തന്നെയാണ്. അതുകൂടാതെ നമ്മൾ കാണുന്നത് തല പെട്ടെന്നങ്ങ് മുന്നോട്ടങ്ങ് ചരിയുന്നു. അപ്പോൾ തല നൂർത്ത് വയ്ക്കാൻ തന്നെ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ക്ഷീണം തോന്നുകയാണെങ്കിൽ വണ്ടി ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ കണ്ണ് അടഞ്ഞു പോകുന്നു, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അതും ചെറിയ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ ഒന്നുകിൽ വണ്ടി ഓടിക്കാതിരിക്കുക, അതല്ലെങ്കിൽ കൂടെയുള്ള സഹയാത്രികർക്ക് വണ്ടി ഓടിക്കാൻ പറയുക. എപ്പോഴും രാത്രി സമയങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഓടിക്കാതിരിക്കുന്നാൽ ആണ് നല്ലത്. ഒരു ഡ്രൈവർ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതല്ലെങ്കിൽ തന്നെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നാൽ അപകടം വരാതിരിക്കാൻ ഉള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മുൻകരുതലുകൾ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എതിരെ വരുന്ന വണ്ടിയുടെ ലൈറ്റിലേക്ക് നമ്മൾ ഒരിക്കലും നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി പോയി കഴിയുമ്പോൾ പെട്ടെന്നൊരു അന്ധകാരം പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് എതിരെ വണ്ടി വരുമ്പോൾ നമ്മൾ ലേശം കുനിഞ്ഞ് വലത്തെ സൈഡിൽ റോഡിലേക്ക് നോക്കുക. അവിടെയുള്ള ഡിവൈഡറോ അല്ല അവിടുത്തെ വെള്ള വരയോ മറ്റോ അതിലേക്ക് ശ്രദ്ധിക്കുക. വണ്ടി പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ശ്രദ്ധ മാറണം, പിന്നെയും മുകളിലോട്ട് നോക്കാം. അത് വളരെ ആവശ്യമാണ്. അതുകൂടാതെ നമ്മൾ വണ്ടി കയറുന്ന മുമ്പ് തന്നെ മുന്നിലുള്ള ഗ്ലാസ് തുടച്ച് വൃത്തിയാക്കുക, റിയർ മിറർ തുടച്ച് വൃത്തിയാക്കുക. റിയർ മിറർ തന്നെ രാത്രി ഓടിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററാണെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. നമ്മളെ ഡാഷ്ബോർഡിലെ ലൈറ്റ് വളരെ ബ്രൈറ്റായിട്ടിരിക്കരുത്, ആ ലൈറ്റ് പോലും ഡിമ്മാക്കുക. പിന്നെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഡിമ്മും ബ്രൈറ്റും ലൈറ്റ് മാറി മാറി വേണ്ട രീതിയിൽ ഇടേണ്ടതും വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരു വണ്ടി എതിരെ വരുമ്പോൾ ഒരു 500 അടിക്ക് മുന്നേ തന്നെ ഡിം ലൈറ്റ് അടിച്ചിരിക്കണം. വന്ന് ഏകദേശം എത്തിക്കഴിഞ്ഞ് ഡിം ലൈറ്റ് അടിച്ചാൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരു 500 അടി ഏകദേശം എത്താറാകുമ്പോൾ ഡിം ലൈറ്റ് ഇടുക. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രൈറ്റ് ലൈറ്റ് ഇടണം. ഒന്നിന് പുറകെ ഒന്ന് വണ്ടി എതിരെ വരികയാണെങ്കിൽ ഡിം ലൈറ്റ് തന്നെ തുടർന്നിട്ടുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ഡിം ലൈറ്റ് ഇടാതെ തന്നെ ഇരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലുള്ള ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ മുൻകരുതലുകൾ നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഉറക്കം വരാതിരിക്കാൻ ഉള്ള വേറെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പലപ്പോഴും നമ്മുടെ ഗ്ലാസ് താക്കുന്നുണ്ട്, പൊക്കുന്നുണ്ട്, പാട്ട് വല്ലതും ഉണ്ടെങ്കിൽ വളരെ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ ചിലപ്പോൾ സഹായിക്കാമെന്നല്ലാതെ ശരിക്കും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഈ ട്രിക്കുകളൊന്നും തന്നെ ഇഫക്റ്റീവ് ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ പാട്ട് കേൾക്കുന്നതിനേക്കാളും മെച്ചമായിട്ടുള്ളത് നമ്മളൊരു എന്തെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം ടേപ്പ് റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഉറങ്ങാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടെ സഞ്ചരിക്കുന്നവരുമായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് സംസാരിക്കുക. ദേഷ്യം വരാത്ത രീതിയിലുള്ള സംസാരം തന്നെ ആയിരിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ ദേഷ്യം തോന്നുന്ന ചിന്തകൾ തന്നെ മനസ്സിൽ പാടില്ല. അതൊക്കെ തന്നെ ആക്സിഡൻ്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കാപ്പി കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതേസമയം വണ്ടി ഓടിക്കുമ്പോൾ ആഹാരം കഴിക്കുന്നത് തെറ്റാണ്, സെൽഫോൺ ഉപയോഗിക്കുന്നത് തെറ്റാണ്. അതെല്ലാം അപകട സാധ്യതകൾ കൂട്ടുന്നു. ആഹാരം തന്നെ നമ്മൾ മിതമായിട്ട് ആവശ്യത്തിനുള്ള ആഹാരമേ കഴിക്കാവൂ. നമ്മൾ വളരെയേറെ കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഉറക്കത്തിനൊരു കാരണമായിട്ട് മാറുന്നു. അപ്പോൾ ലഘുവായിട്ടുള്ള ഭക്ഷണമായിരിക്കണം. അതേ സമയത്ത് പോഷകമുള്ള ഭക്ഷണമായിരിക്കും. ഷുഗറുമൊക്കെ ഉള്ളവർ ഭക്ഷണം കഴിക്കാതെ തന്നെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് ഷുഗർ കുറഞ്ഞിട്ട് തന്നെ അപകട സാധ്യതകൾ കൂട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. വെള്ളം ആവശ്യത്തിന് കുടിച്ചിരിക്കണം. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാൽ അതും നമുക്ക് ഉറക്കം കൂടുതൽ അല്ലെങ്കിൽ ക്ഷീണക്കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ വണ്ടി അകത്തുള്ള ടെമ്പറേച്ചർ ഒരു തണുത്ത ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ അതാണ് നല്ലത്. ചൂട് കൂടുന്തോറും നമുക്ക് ഉറക്കം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെളിയിലുള്ള ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് താന്നിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതെല്ലാം നമുക്ക് എടുക്കാവുന്ന ചെറിയ ചെറിയ മുൻകരുതലുകളാണ്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപകട സാധ്യത
നമുക്ക് വളരെയേറെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കഴിയുന്നിടത്തോളം വണ്ടി ഓടിക്കുന്നത്, രാത്രി പ്രത്യേകിച്ച് ഓടിക്കുന്ന ഇതുപോലുള്ള ദിവസങ്ങൾ നോക്കി, സമയം നോക്കി അത് ചെയ്യുക. തലേ ദിവസം ആവശ്യത്തിനുള്ള വിശ്രമം എടുക്കുക, നന്നായിട്ട് ഉറങ്ങുക. വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് വിശ്രമം എടുക്കുക. 2 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ സമയം കിട്ടുകയാണെങ്കിലും അതും നല്ലതാണ്. ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാതിരിക്കുക, കൂടെയുള്ളവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുക. വളരെ ക്ഷീണം വന്നു കഴിഞ്ഞാൽ കൂടെയുള്ള ഒരാളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുക. അതല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും അടുത്ത് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ അപകടങ്ങൾ നമുക്ക് വളരെ കുറയ്ക്കാൻ സാധിക്കും. വിലപ്പെട്ട ജീവിതം നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാൻ സാധിക്കും. നമ്മുടെ മാത്രമല്ല, നമ്മുടെ വണ്ടി യാത്ര ചെയ്യുന്നവരും എതിരെ യാത്ര ചെയ്യുന്നവരും മറ്റുള്ളവരുടെയും ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. എടുക്കാവുന്ന മുൻകരുതലുകളാണ്. അതെടുത്ത് അപകടങ്ങൾ ഒഴിവാക്കുക, ജീവൻ നഷ്ടപ്പെടാതെ നോക്കുക. കേരള മനോരമ ചാനൽ ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീഡിയോയുടെ താഴെ വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തുടർന്ന് വലതുഭാഗത്ത് തെളിയുന്ന ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു.